Hi friends, Rishadesinte മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് വയറ് കുറയ്ക്കാം അല്ലെങ്കിൽ തടി കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് റേഷ്യഡിയസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹാക്സും ദിയവയും ഗാർഡനിങ്ങും കുക്കിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇനി മിസ്സാവില്ല. കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പെരും ജീരകമല്ല, അത് ഫെനൽ സീഡാണ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്യുമിൻ സീഡാണ്. ജീരകത്തിനെടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തെ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൈജഷനെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ 7 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ വയറ് നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ബ്ലോട്ടിങ് കാരണം എല്ലാവർക്കും കുറച്ച് വയറ് ഉണ്ടാകും. അപ്പോൾ ഈ ബ്ലോട്ടിങ് മാറ്റാനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ജീരക വെള്ളം സഹായിക്കുന്നത്. പിന്നെ ഗ്രാജുവലി ഇത് നമ്മുടെ ഡൈജഷനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ ഗ്രാജുവലി നമ്മുടെ വണ്ണം കുറയാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്ത് നമ്മൾ ചെയ്താലും ഒരു സ്വിച്ചിട്ട പോലെ മാജിക് പോലെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ ഈ ജീരകം വെള്ളം കുടിക്കുകയും അതോടൊപ്പം നമ്മൾ കുറച്ച് ഡയറ്റ് കൺട്രോളും പിന്നെ അതുപോലെ എന്തെങ്കിലും കുഞ്ഞു എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഈ ജീരക വെയിറ്റ് ലോസ് റെസിപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റിയും ബ്ലോട്ടിങ്ങും ഒക്കെ മാറുന്നു. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലം, അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡൈജസ്റ്റ് ആവാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ചെറിയ ജീരകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവല് ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ജീരകവെള്ളം കുടിച്ചാൽ നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഡയറ്ററി ഫൈബേഴ്സും അതുപോലെ അയണും ഒക്കെ നമ്മുടെ ജീരക വെള്ളത്തിൽ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ ജീരകവെള്ളം കുടിക്കുന്നത് നമ്മളുടെ ബോഡിക്ക് നല്ലതാണ്. ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീരകം തലേ ദിവസം കുതിർത്ത് വയ്ക്കണം. കുതിർത്ത് വെച്ച് നെക്സ്റ്റ് ഡേ ആണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ജീരകമാണ് എടുക്കുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു മിതമായ അളവിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകം എടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 കപ്പ് വെള്ളം, അതായത് ഏകദേശം ഒരു 250 ml വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 ടീസ്പൂൺ ജീരകം 1 കപ്പ് വെള്ളമായിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് ഓവർനൈറ്റ് അതിനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ച ജീരകമാണ്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ ജീരകത്തിൻ്റെ എസെൻസ് ഒക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിനെ തിളപ്പിക്കണം. നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ജീരകവും ആ കുതിർക്കാൻ എടുത്ത വെള്ളവും കൂടെ ഒരുമിച്ച് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് ജീരകത്തിൻ്റെ വെള്ളം മാത്രം മതി. അപ്പോൾ ആ ജീരകത്തിൻ്റെ കൊത്തൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുൾ ജീരകമായിട്ടാണ് യൂസ് ചെയ്തത്. നമുക്ക് അല്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് ജീരകത്തിൻ്റെ പൊടിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുകയാണ്. നാരങ്ങ നീരും അതുപോലെ തന്നെ തേനുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യുവാണ്.
അതുപോലെ 1 ടീസ്പൂൺ തേൻ, ഹണിയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് ഹണിയാണ്. നമ്മളല്ലാതെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽഡ് തേനെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഹണി യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആ ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുടിക്കണം. തണുത്തതിന് ശേഷം കുടിക്കരുത്. ആ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കണം. നമ്മൾ ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എണീറ്റതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കേണ്ടത്. ഇനി കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 2 ടൈംസ് നമുക്കിത് കുടിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും അതുപോലെ ലഞ്ചിന് മുമ്പും നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് മുമ്പും നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എഫക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ അമിതമായി ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ മിതമായിട്ട് രീതിയിൽ മാത്രമേ നമ്മൾ എന്ത് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയാലും അല്ലെങ്കിൽ എന്ത് നമ്മൾ യൂസ് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് വെറും വയറ്റിൽ നമ്മളിത് കുടിക്കുക. അതുപോലെ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് മുമ്പും ഇതൊന്ന് കുടിക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഡൈജഷൻ ഇമ്പ്രൂവ് ആവുന്നു, മെറ്റബോളിസം കൂട്ടുന്നു, പിന്നെ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസി ഇത് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിൽ തേനും അതുപോലെ നമ്മുടെ നാരങ്ങ നീരും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസിനും നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ വെറും വയറ്റിൽ നാരങ്ങ നീര് തേനൊഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒന്നും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നമ്മൾ ചെയ്യുമ്പോൾ മുടങ്ങാണ്ട് ചെയ്യുക. മുടങ്ങാണ്ട് ഒരു 1 വീക്ക് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്കിന്ന് തരാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മളെ നമ്മുടെ ബോഡിയിൽ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ 1-2 ദിവസം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നവർ നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതിനോടൊപ്പം നിങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, പിന്നെ നടക്കാൻ പോവുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.